അവതരിപ്പിക്കാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എഴുതിയിട്ടുള്ളത്. തീർച്ചയായും തുടങ്ങാം. 2 നൂറ്റാണ്ടിലേറെ കാലം സൂര്യാസ്തമിക്കാതെ സാമ്രാജ്യ ഉടമകളായിരുന്ന ബ്രിട്ടന്റെ കോളനി വാഴ്ചകളിൽ നിന്നും 1947 സ്വാതന്ത്ര്യത്തിന്റെ പുലരിയിൽ നിന്നും സമരങ്ങളിൽ വിപ്ലവങ്ങളിൽ നിന്നും സമരങ്ങളിൽ നിന്നും നാം നീതി കയറിയ നമ്മുടെ ഭാരതം 1950 ജനുവരി 26 അത് ജനാധിപത്യ മതേതര റിപ്പബ്ലിക്കായി. കോളനി വാഴ്ചക്കാലത്തോ കോളനി വാഴ്ചയ്ക്ക് ശേഷമോ സ്വാതന്ത്ര്യമുഖത്തോ നമ്മുടെ രാഷ്ട്രീയ ചർച്ചകൾക്ക് ഇടം കൊടുക്കാത്ത ഒരു ചർച്ചയായിരുന്നു ഇന്ത്യയുടെ രാഷ്ട്രീയ സമൂഹം, രാഷ്ട്രീയ സ്വത്വം. അല്ലെങ്കിൽ വിവിധ ഭരണക്രമങ്ങളുടെ ഭൂരിപക്ഷ സമുദായങ്ങളും രാഷ്ട്രീയമായി ഒന്നിച്ചപ്പോൾ ഒരു രാഷ്ട്രീയ പതാകയുടെ പേരിൽ അവർ ഒന്നിച്ചപ്പോൾ ഭൂരിപക്ഷമായിരുന്ന നമ്മുടെ മുസ്ലിങ്ങൾ എന്തോ രാഷ്ട്രീയ ഒരുമയോട് ഒന്ന് അറച്ചു നിന്നു. സ്വാതന്ത്ര്യം പിന്നിട്ട് 70 എടുക്കുമ്പോൾ ആ മുസ്ലിം രാഷ്ട്രീയ അസ്പൃശ്യത ഇന്നും അതുപോലെ അല്ലെങ്കിൽ അതിലും സങ്കീർണമായി ഏകദേശം സ്വാതന്ത്ര്യത്തിന്റെയും വർഗീയ ശക്തിയുടെയും അധികാര വാഴ്ചയോടും കൂടി ഇന്ത്യൻ മുസ്ലിമിന് അതിന്റെ അപായ സൂചന നൽകിക്കൊണ്ട് അതിന്നും നിലനിൽക്കുകയാണ്. നമുക്കറിയാം, ഒരു ജനാധിപത്യം എന്ന് പറയുന്നത് വിയോജിക്കാനുള്ള അവകാശമാണ്. ഒരു ജനാധിപത്യ സംഹിതയുടെ ഏറ്റവും മഹത്തരമായ ഒരു സവിശേഷതയായി നാം കണ്ടത് വോട്ടിംഗ് യന്ത്രത്തിൽ നിഷേധ വോട്ടിനുള്ള ബട്ടൺ കൂടി ചേർക്കുന്നതോടെ ഇന്ത്യൻ ജനാധിപത്യം അതൊരു മഹത്തരമാണെന്ന് ഇവിടെ തെളിയിച്ചിരിക്കുന്നു. നമുക്കറിയാം, അതുകൊണ്ട് മാത്രം തീർന്നതല്ല ജനാധിപത്യത്തിന്റെ പ്രശ്നം. 16ാം ലോകസഭാ തെരഞ്ഞെടുപ്പും അതിന്റെ പ്രധാന കോലാഹലങ്ങളും അതിന്റെ ജനവിധിയുമെല്ലാം നാം പരിശോധിച്ച് നോക്കുമ്പോൾ പരിഹരിക്കാനാവാത്ത ഒരു ജനാധിപത്യ രാഷ്ട്രീയ പ്രശ്നങ്ങളുടെ ഒരു നീണ്ട നിലയിലേക്കാണ് അത് നമ്മോട് വിരൽ ചൂണ്ടുന്നത്. നമുക്കറിയാം, നരേന്ദ്രമോദി വരില്ലേ എന്ന് പ്രശ്നം ഉയർത്തി മതന്യൂനപക്ഷങ്ങളെ ഉദ്യോഗത്തിന്റെ മുൻമുളയിൽ നിർത്തിയപ്പോഴും ന്യൂനപക്ഷങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ ചർച്ചയുടെ ഉയർന്നു വന്നിട്ടില്ല. സാമൂഹ്യ സുരക്ഷയില്ലാത്ത ഒരു സമൂഹമാണ് ഇന്ത്യയിലെ ദേശീയ ന്യൂനപക്ഷം. അതാണ് അവരുടെ മുഖ്യ പ്രശ്നം. മുസ്ലിം പിന്നോക്കാവസ്ഥയുടെ അടിസ്ഥാന കാരണങ്ങളിൽപ്പെട്ടതാണ് ഈ രാഷ്ട്രീയമായി ബന്ധക്കാട്ടത് എന്ന് സച്ചാർ കമ്മീഷനും മണ്ഡൽ കമ്മീഷനും ഒരുപാട് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനിടയ്ക്ക് രാജ്യത്ത് ഒരുപാട് മുസ്ലിങ്ങൾക്ക് അക്രമങ്ങൾ കടന്നുപോയിട്ടുണ്ട്. പെട്രോളിനും ഡീസലിനും വില വർദ്ധിക്കുന്നത് പോലെ മുസ്ലിമിന്റെ സ്വത്തിനും ജീവനും അനുദിനം വില കുറഞ്ഞുകൊണ്ടിരുന്നു. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ കുറിച്ച് നാം പറയുകയാണെങ്കിൽ ഈ 16ാം ലോകസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഇക്കാലത്ത് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ പാടെ തമസ്കരിച്ച ഒരു നിലപാടാണ് നമുക്കുള്ളത്. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ സംബന്ധിക്കുന്ന അടിസ്ഥാന പ്രശ്നങ്ങളെ പാടെ മറന്നിരിക്കുന്നു. ലോകസഭയിലെ മുസ്ലിം എംപിമാരുടെ എണ്ണത്തിലുണ്ടായ ഗണ്യമായ കുറവ് നമുക്ക് ഇതിനോട് ചേർത്ത് വായിക്കാവുന്നതാണ്. നമുക്കറിയാം, സച്ചായ റിപ്പോർട്ടിന് ശേഷം രൂപപ്പെട്ടു വന്ന ഒരു പുത്തൻ രാഷ്ട്രീയ വികസന സമവാക്യങ്ങൾ ഉണ്ടായിരുന്നു നമുക്ക്. 15ാം ലോകസഭയിൽ 28 മുസ്ലിം എംപിമാർ മാത്രമാണ് സാന്നിധ്യം വഹിച്ചത്. ശരിയാണ്. എന്നാൽ ഇന്ത്യയിലെ മൊത്തം ജനസംഖ്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ ചുരുങ്ങിയത് 72 പേരെങ്കിലും വേണമായിരുന്നു. രാഷ്ട്രീയ വിചക്ഷണരും രാഷ്ട്രീയ മേലാളന്മാരും ഇവിടെ ഒരുപാട് ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഇവിടെ മുസ്ലിങ്ങളാൽ ചില വിഭാഗത്തിന്റെ രാഷ്ട്രീയപരമായ ആവശ്യങ്ങളെ പ്രശ്നവൽക്കരിക്കും വിധം ദളിത് പാർശ്വവൽക്കൃത മുസ്ലിം രാഷ്ട്രീയം ഇന്ന് സ്വയം വികസിച്ചിട്ടുണ്ട്. അതിനാൽ സമകാലിക ദേശീയ മുസ്ലിം രാഷ്ട്രീയത്തിന്റെ പുതിയ വർത്തമാനങ്ങൾ അനാവരണം ചെയ്യുമ്പോൾ നമുക്ക് മുന്നിലുള്ളത് മുസ്ലിം പാർലമെന്ററി അംഗങ്ങളുടെ എണ്ണത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠ മാത്രമല്ല, മറിച്ച് രാഷ്ട്രീയ ഇടപെടൽ എന്ന ഒരു വലിയ വെല്ലുവിളിയോടെ ഇനി ഇന്ത്യൻ മുസ്ലിങ്ങൾ ചുമലേറ്റേണ്ടതുണ്ട്. ഇവിടെ ഇന്ത്യയിൽ ഫാസിസവും വർഗീയതയും ഒരുപോലെ ഇന്ത്യൻ മുസ്ലിം രാഷ്ട്രീയം നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ത്യൻ മുസ്ലിം രാഷ്ട്രീയമായി ഒന്നിക്കണം. ആ ഒന്നിക്കൽ ഒരു ഏകീകരണമാകണം. അല്ലാതെ ഇന്ത്യൻ മുസ്ലിം ഒരു രാഷ്ട്രീയ സമൂഹമോ രാഷ്ട്രീയ പാർട്ടിയോ ആയി നിലകൊണ്ടാൽ ഇപ്പോഴത്തേക്കാൾ പ്രശ്നം ആഴപ്പെടുത്താൻ അതിനുമ്പോൾ നമുക്കറിയാം, ബീഹാറിൽ സംഭവിച്ചതുപോലെ മുസ്ലിം വോട്ട് ഭിന്നിക്കപ്പെടും. പോരാത്തതിന് രാഷ്ട്രീയ പാർട്ടി ഇല്ലാതെ തന്നെ മുസ്ലിം സാമൂഹികമായി ഉന്മൂലനം നേരിടുന്ന സാഹചര്യത്തിൽ RSSഉം സംഘപരിവാറും കരുതുള്ളൂ. അത് മുസ്ലിങ്ങളെ രാഷ്ട്രീയമായി അധപ്പതിപ്പിക്കാൻ ഒതുക്കും. നമുക്കറിയാം, ഡൽഹിയിൽ തിരഞ്ഞെടുപ്പിൽ BJPയും AAPയും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുന്ന ഒരു കാലത്ത് നമുക്ക് ഓർമ്മയുണ്ടായിരുന്നു. രാഷ്ട്രീയമായി ഇന്നത്തെ മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ ഒരു ആകർഷതയോടെ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് ഡൽഹിയിൽ AAPയും BJPയും തമ്മിലുള്ള മത്സരം. നമുക്കറിയാം, അവിടെ ഡൽഹിയിലെ ഇമാം എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. മുസ്ലിം വോട്ടുകൾ എല്ലാം AAP പോകണം, കെജ്രിവാളിനായിരിക്കണം മുസ്ലിങ്ങളുടെ ഓരോ വോട്ടും. എന്നാൽ അപ്പോൾ കെജ്രിവാൾ തിരിച്ചടിച്ചത് മുസ്ലിം ലോകത്തെ തന്നെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് മുസ്ലിങ്ങളുടെ വോട്ട് വേണ്ട.
മുസ്ലിങ്ങൾ വേണ്ട, എനിക്ക് വേണ്ടത് ഡൽഹി പോലെ ഇടപെട്ടാണ്. ഒരു മുസ്ലിം വോട്ട് എന്ന നിലയിൽ ഒരു വോട്ടും എന്റെ ബാങ്കിലൂടെ നിന്നും ഡൽഹിയിലെ പൗരൻ എന്ന നിലയ്ക്ക് മാത്രമാണ് എനിക്ക് വോട്ട് മതി എന്ന് അദ്ദേഹം പറഞ്ഞത്. ഈ തിരിച്ചതുകൊണ്ട് നേട്ടമുണ്ടായത് AAP തന്നെയാണ്. തിരിച്ചുകൊണ്ട് നേട്ടമുണ്ടായത് AAP തന്നെയാണ്. കാരണം മുസ്ലിം വോട്ടുകൾ എന്ന പേരിൽ വോട്ട് സ്വീകരിച്ചില്ലെങ്കിൽ BJP യുടെ തകർത്താളുമായിരുന്നു. AAP മുസ്ലിങ്ങളുടെ പാർട്ടിയാണെന്ന് ആരോപണം ഉണ്ടാകുമായിരുന്നു. അത് ഹിന്ദു വോട്ട് കിട്ടാതിരിക്കാൻ ഹേതുവാകും. എല്ലാ ഹിന്ദു വോട്ടും BJP-യിലേക്ക് കൊടുക്കും. കെജ്രിവാളിന്റെ രാഷ്ട്രീയ വൈദഗ്ധ്യത്തിനുള്ള ഈ സംഭവം കെജ്രിവാളിന്റെ രാഷ്ട്രീയ വൈദഗ്ധ്യത്തിനുള്ള തെളിവാണെങ്കിൽ നമുക്കറിയാം, മുസ്ലിങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയായി നിലകൊണ്ടാൽ എന്ത് സംഭവിക്കും? മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയായി നിലകൊണ്ടാൽ എന്ത് സംഭവിക്കും? ഇനി ഭാവി എന്ത് സംഭവിച്ചേക്കും? ഇതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമായിരുന്നു അത് തന്നെ സംഭവിച്ചത്. അതുകൊണ്ട് നമുക്ക് ബീഹാറിലെ നമ്മുടെ വീണ്ടും തെരഞ്ഞെടുപ്പ് നമുക്ക് മാതൃകയാക്കേണ്ടതില്ല. ബീഹാറിൽ സംഭവിച്ചത് ഇനി സംഭവിച്ചുകൂടാ. നമുക്ക് ഡൽഹി തെരഞ്ഞെടുപ്പാണ് ഡൽഹി സംഭവിച്ചത്. AAP-യുടെ നയങ്ങളെയാണ് നമുക്ക് വേണ്ടത്. അതായത് നമുക്കൊരു മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കണം. നമുക്ക് രാഷ്ട്രീയം വേണം. ആ രാഷ്ട്രീയ പാർട്ടി ആയിട്ടാവരുത്. രാഷ്ട്രീയ പാർട്ടി എന്നത് എന്തുകൊണ്ട് മാത്രമാണ് രാഷ്ട്രീയം എവിടെയും ഒരു ചർച്ചയും വന്നിട്ടില്ല. സന്ദർഭവും രാഷ്ട്രീയ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് ആ വോട്ടുകൾ മതനിരപേക്ഷ പാർട്ടികൾ നൽകണം. അല്ലാതെ ഏത് രാഷ്ട്രീയ സമൂഹരൂപങ്ങളും ഇന്ത്യൻ മുസ്ലിമിന്റെ അപായപ്പെടുത്തുകയും ചെയ്യൂ എന്ന് അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ചർച്ചയ്ക്ക് ഇടപെടൽ വേണ്ടിയിരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചർച്ചയിലേക്ക് ഇടപെടാനായി സ്വാലിഹ് ഫാലൂദിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഏറ്റവും ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, മറ്റു എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന സുഹൃത്തുക്കൾ, അധികാര രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ മുസ്ലിമിൻ്റെ ഇടം, സാധ്യതകളും വെല്ലുവിളികളും എന്ന വിഷയത്തെ സംസാരിക്കുമ്പോൾ നമുക്കറിയാം, സമകാലിക ഇന്ത്യ ഇന്ന് ആ ഇന്ത്യയെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പ്രത്യേക മതത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഈ അടുത്തുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളിൽ അതിനെ ചിത്രീകരിച്ചത് വർഗീയവാദവും ഫാസിസവുമായിട്ടാണ്. ഈ സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരു മുസ്ലിമാണ് എന്ന് പറയുമ്പോൾ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. എന്നാൽ ജനാധിപത്യ രാജ്യത്ത് ന്യൂനപക്ഷങ്ങളിൽ ഭൂരിപക്ഷമായ ഒരു മുസ്ലിം സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഒരുപാട് ഉയരാൻ പിന്നിലായി. ഈ സാഹചര്യത്തിൽ ഒരു മുസൽമാൻ അല്ലെങ്കിൽ മുസ്ലിമിന് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആവശ്യകത ഉണ്ടോ എന്നത് വളരെയധികം ചർച്ച ചെയ്യേണ്ടതാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം അനുസരിച്ചുകൊണ്ട് നാം ചർച്ച ചെയ്യുകയാണെങ്കിൽ ഇന്ത്യൻ മുസ്ലിമാൻ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ ആവശ്യമില്ല. അവൻ അധികാരത്തിലെത്തിയിട്ട് തന്റെ സമൂഹത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നേടിയെടുക്കേണ്ട ഒരു സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. കാരണം അവൻ വളരെയധികം ന്യൂനപക്ഷമാണ്. ഈ സാഹചര്യത്തിൽ അവനക്ക് വളരെ അത്യാവശ്യമായി വരുന്നത് അവൻ മറ്റു മതേതര രാഷ്ട്രീയ പാർട്ടികളുമായി ഒരു സമ്മർദ്ദ ഗ്രൂപ്പായി നിലകൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുകയാണ് വേണ്ടത്. എന്നുവെച്ചാൽ അവന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയ പാർട്ടിയായി രൂപപ്പെടുത്തുന്നതിന് കുഴപ്പമില്ല. പക്ഷെ അത് ഒരു രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടിയോ അതിന്റെ പ്രവർത്തനത്തിന് വേണ്ടിയോ അധികാരം നേടിയെടുക്കുന്നതിന് വേണ്ടിയോ പ്രവർത്തിക്കുന്നത് കൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നും ഉണ്ടാവുകയില്ല. ഈ സാഹചര്യത്തിൽ അവനക്ക് വളരെ അത്യാവശ്യമായി വരുന്നത് മറ്റുള്ള മതേതര രാഷ്ട്രീയ പാർട്ടികളുമായി ചേർന്നുകൊണ്ട് പ്രവർത്തിക്കലാണ്. അതുകൊണ്ട് തന്നെ മുസൽമാൻ ഈ ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ നമുക്കറിയാം, പ്രത്യേകിച്ച് കേരളത്തിലെ കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഇവിടെ മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രത്യേക രാഷ്ട്രീയ പാർട്ടികളുണ്ട്. പക്ഷേ അത് മുസ്ലിങ്ങളുടെ പേരിൽ നാമമാത്രമായി കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് പ്രത്യേക നേട്ടമൊന്നും നേടിയെടുക്കാൻ
നിർവഹിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെയധികം വസ്തുതാപരമായ കാര്യമാണ്. അത് പ്രത്യേകിച്ച് മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് എടുത്തു നോക്കുമ്പോൾ ഇതിലും ശോചനീയമായ അവസ്ഥയാണ്. അതുകൊണ്ട് ഇന്ത്യയിൽ ജീവിക്കുന്ന ഓരോ മുസ്ലിമാനും അത്യാവശ്യമുള്ളത് അവൻ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാതെ ഒരു സമ്മർദ്ദ ഗ്രൂപ്പായി മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളോട് കൂടെ നിന്ന് പ്രവർത്തിക്കുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചർച്ചയിൽ വിമർശിച്ച് ഇടപെടുന്നതായി ഹസീബ് കോവാടിനെ ക്ഷണിച്ചുകൊള്ളുന്നു. السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه الفائزين برضا أما بعد. ബഹുമാനപ്പെട്ട മുഫീദ് സാർ അതുപോലെ സാഹി ഉസ്താദുമൊക്കെ പറഞ്ഞതുപോലെ മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഒരു രാഷ്ട്രം ആവശ്യമില്ല എന്ന വാക്ക് തന്നെ ഒരു വാസ്തവ വിരുദ്ധമാണ്. അതിനോടൊക്കെ യോജിക്കാൻ കഴിയില്ല. ഞാൻ മനസ്സിലാക്കണം, നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്ന് ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കും ഇവിടെ തീർച്ചയായും ഒരു ഇസ്ലാമിക രാഷ്ട്രം ആവശ്യമാണ്. എന്തെന്ന് വെച്ചാൽ 2002 ഇന്ന് ഭരിക്കുന്ന മോഡിയുടെ ഭരണകൂടം അന്ന് ഗുജറാത്തിൽ നടത്തിയ ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും വ്യക്തമായ കാഴ്ചകളെ പത്ര ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിലൂടെ നിരീക്ഷിച്ചവരാണ് നമ്മൾ. ആ ഒരു സാഹചര്യം എടുത്ത് പരിശോധന നോക്കുമ്പോ അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ഭരണാധികാരി എഹ്സാൻ ജാഫരി എന്ന് പറയുന്ന ഒരു ഭരണാധികാരി, അദ്ദേഹം ഈ മറ്റു രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഭരണാധികാരിയായിരുന്നു. എന്നാൽ അവസാനം അദ്ദേഹത്തെ പോലും അവിടെ കൊല ചെയ്യപ്പെടുകയും മുസ്ലിങ്ങൾക്ക് അവിടെ ഒരു മുസ്ലിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലനിർത്തപ്പെടുകയുമാണ് ഗുജറാത്ത് പോലെ ഒരു രാഷ്ട്രത്തിൽ ഉണ്ടായത്. ആ ഒരു പ്രശ്നം തന്നെ ആയിരിക്കും മുസ്ലിങ്ങൾക്ക് രാഷ്ട്രം, മുസ്ലിങ്ങൾക്ക് രാഷ്ട്രീയം ഇന്ത്യയിൽ വന്നിട്ടില്ലെങ്കിൽ ഉണ്ടാവുക എന്ന് ഞാൻ മനസ്സിലാക്കണം. നിങ്ങൾക്കറിയുമല്ലോ, BSP എന്ന് പറയുന്ന ഒരു പാർട്ടി, ആ പാർട്ടിയുമായിട്ട് മുസ്ലിങ്ങൾ ഐക്യപ്പെട്ടുകൊണ്ട് അവരുമായി യോജിച്ചതിലേക്ക് ഭരണഘടനയിൽ യോജിച്ച് പോകുമ്പോൾ ബീഹാർ പറയുന്ന ഒരു സംസ്ഥാനത്തിന് അടുത്ത പത്രത്തിൽ വായിക്കുകയുണ്ടായി, BJPക്ക് വലിയ ഉന്നതമായ സ്ഥാനം ലഭിക്കുകയുണ്ടായി. എന്തായിരുന്നു അതിന്റെ കാരണം? അവിടെ ഉണ്ടായത് മുസ്ലിങ്ങൾ തന്നെയായിരുന്നു അതിന് കാരണമെന്ന് മജ്ലിസ് ഇത്തിഹാദുൽ മുസ്ലിം എന്ന് പറയുന്ന സംഘടനയുടെ നേതാവ് തന്നെ പറയുകയുണ്ടായി. അദ്ദേഹം പറയുന്നത് അവിടെ മുസ്ലിങ്ങൾ തന്നെയാണ് അവിടെ BJPക്ക് സ്ഥാനം നേടിക്കൊടുത്തത്. കാരണം മുസ്ലിങ്ങൾക്ക് ഒരു സ്വന്തമായിക്കൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി നിർമ്മിക്കാതെ മറ്റു കോൺഗ്രസുമായിട്ടും BSPയുമായിട്ടും ഒക്കെ യോജിച്ച് നിൽക്കുന്ന പോയപ്പോ അവിടെ മുസ്ലിങ്ങൾക്ക് സ്വന്തമായി അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയില്ല, അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ പറ്റുന്ന ഒരു ഭരണ സംവിധാനം അവിടെ നേടിയെടുക്കാൻ കഴിയുന്നില്ല. ഈ ഒരു സംവിധാനം തന്നെയായിരിക്കും മുസ്ലിങ്ങൾക്ക് ഒരു രാഷ്ട്രീയം ഇന്ത്യൻ സാഹചര്യത്തിൽ നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ നമുക്കുണ്ടാക്കി തീർക്കാവുന്ന പ്രശ്നങ്ങൾ. ഇനി നമുക്ക് മനസ്സിലാക്കണം, നമ്മുടെ മുസ്ലിങ്ങൾക്ക് എന്തെല്ലാം പ്രശ്നങ്ങളാണെന്ന് മുസ്ലിങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഭക്ഷണത്തിന് സ്വാതന്ത്ര്യമുണ്ടോ? ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം പോലെ നിഷേധിച്ചുകൊണ്ടിരിക്കുകയല്ലേ? മുസ്ലിങ്ങൾക്ക് ആദ്യം മാംസാഹാരം തിന്നാനുള്ള അവകാശമായിരുന്നു. അതുപോലെ തന്നെ അവന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് സഞ്ചരിക്കുവാനും അവന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാനും അവന്റെ മതങ്ങൾ പ്രചരിപ്പിക്കുവാനും ഒക്കെ സ്വാതന്ത്ര്യം ലഭിച്ചിരുന്ന ഇന്ത്യയില് ഇന്ന് മുസ്ലിങ്ങൾക്ക് ആ വിധത്തിലുള്ള ഒരു സ്വാതന്ത്ര്യം ലഭിക്കാതെ ഒരു അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാമൂഹ്യ നീതി നേടാനുള്ള ഒരു ഉപാധിയാണ് രാഷ്ട്രീയ വ്യവസ്ഥ